40% ചെലവഴിക്കുകയും നടത്തിപ്പിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന പദ്ധതികളുടെ നേട്ടങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. അവ കേന്ദ്ര പദ്ധതികളായി ബ്രാൻഡ് ചെയ്യണം എന്നാണ് നിർബന്ധം. ഇല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കും എന്ന നിലപാടാണ് എടുക്കുന്നത്. ഈ സമീപനം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിന്റെ പേരിൽ കേരളത്തിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ മൂലധന ചെലവിനായുള്ള വായ്പാ സഹായമായി ലഭിക്കാനുള്ള 3000 കോടി രൂപയും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായ 600 കോടി രൂപയും തടഞ്ഞുവച്ചിരിക്കുന്നു. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് UGC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതിനുള്ള 750 കോടി രൂപ ഗ്രാന്റുകൾ തടഞ്ഞുവെച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരം ശമ്പള പരിഷ്കരണം നടപ്പാക്കി കൊടുത്തു തീർത്ത പണമാണ് ഇങ്ങനെ മുടക്ക് ന്യായം പറഞ്ഞ് തടഞ്ഞത്. ഗ്രാന്റുകളും മറ്റും ധനകാര്യ കമ്മീഷന്റെ ധനസഹായത്തിന്റെ 20% താഴെ മാത്രമേ വരൂ. 80% നികുതി വിഹിതമാണ്. 10ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് അത് ഡിവിസിബിൾ പൂളിന്റെ 3.8%. അത് 14ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 2.5% കുറഞ്ഞു. 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് വീണ്ടും കുറഞ്ഞു, 1.9%. സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രതിശീർഷ വരുമാനത്തിൽ ഉൾപ്പെടെ വലിയ അന്തരം നിലനിൽക്കുന്നു. ജനസംഖ്യാ വർധനയുടെ കാര്യത്തിലും ഇതുണ്ട്. വലിയ സാമ്പത്തിക ചെലവ് സഹിച്ച് കേരളമടക്കം നേടിയ നേട്ടങ്ങൾ ഇന്ന് അർഹിക്കുന്ന പരിഗണന നൽകണം. ജനസംഖ്യാ നിയന്ത്രണം സാധ്യമാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തെ ക്രമാതീതമായ കുറവിൽ നിന്നും സംരക്ഷിക്കുകയും വേണം. ഇതുവഴി മാത്രമേ കേരളത്തിന് പുതുതലമുറ വികസന പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ സംസ്ഥാനം ഇതുവരെ നേടിയ നേട്ടങ്ങൾ ശിക്ഷയായി മാറുന്ന അവസ്ഥ വരും. ഇത് മനസ്സിലാക്കിയുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെയും ധനകാര്യ കമ്മീഷനുകളുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഈ ആവശ്യം കേരളം ശക്തമായി ഉന്നയിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. എന്നാൽ ഇതിൽ നിന്നും അവരെ തടയുന്ന ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ വിപുലീകരിച്ചു ബാഹ്യ സമ്മർദ്ദങ്ങൾ ചെലുത്തിയുമുള്ള ഇടപെടലുകളാണ് ഉദാഹരണം. ഇത് ഫെഡറൽ വ്യവസ്ഥയെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 15ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതായിരുന്നു കേന്ദ്ര സർക്കാർ സമീപനം. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ മാനദണ്ഡമാക്കാൻ നേരത്തെ 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡമായി എടുത്തതെങ്കിൽ ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കാരണം നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഇവിടെ
ഓർക്കേണ്ട കാര്യം, BJP സർക്കാർ വന്ന ശേഷമാണ് 2011 ജനസംഖ്യ മാനദണ്ഡമാക്കുന്നത്. നേരത്തെ അത് 1971 സെൻസസ് ആയിരുന്നു മാനദണ്ഡം. അപ്പോ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനത്ത് ജനസംഖ്യ കുറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കിയതിന്റെ പേരിൽ ഒരു ശിക്ഷയായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിക്കുന്നതിന് ഇടവരുത്തിയിരിക്കുകയാണ്. കൈവരിച്ച നേട്ടങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്ന നിലയും വന്നിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്ര വരുമാനത്തിന്റെ 1/3 സെസ്സുകളും സർചാർജുകളുമാക്കുക വഴി സംസ്ഥാനങ്ങളുടെ വയറ്റത്തടിക്കുക കൂടിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതം 41% 15ാം ധനക്കമ്മീഷൻ നിശ്ചയിക്കുകയുണ്ടായി. എന്നാൽ കേന്ദ്ര വരുമാനത്തിന്റെ 1/3 ഇപ്പൊ കഴിഞ്ഞ വർഷം 28.1% സെസ്സും സർചാർജുമായി മാറ്റി. 2014-15 ഇത് വെറും 10%. അപ്പോൾ 14-15 10% സെസ്സും സർചാർജും കഴിഞ്ഞ വർഷമായപ്പോൾ 28.1. അതിനാൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ട തുകയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുകയാണ്.